ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾക്കിന്ന് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ഐറ്റമാണ് റേഷൻ അരി. അപ്പോൾ അത് വെച്ചിട്ട് ഒരടിപൊളി കപ്സ എങ്ങനെ തയ്യാറാക്കിയാലോ? ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം ചെമ്മീനാണ്. അത് അത്യാവശ്യം വലുപ്പത്തിലുള്ളതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം സൈസിലുള്ളതായാലും മതി. ഇതിലേക്ക് ആദ്യം തന്നെ അറബിക് മസാല അല്ലെങ്കിൽ കപ്സ മസാല, ഇത് നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാങ്ങിക്കാനും കിട്ടും. ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, കുറച്ച് ഉപ്പും ചേർത്തിട്ട്. അപ്പോൾ ഇതിലേക്ക് ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്ത് വെച്ചാൽ ഈ ഒരു ടേസ്റ്റ് നമ്മുടെ ചെമ്മീനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കും. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ഹീറോ ആയ റേഷൻ അരിയാണ്. അപ്പോൾ റേഷൻ അരി ഞാനിവിടെ ഒരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു 5 മിനിറ്റ് ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് വീണ്ടും നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇനി ഒരു അരമണിക്കൂർ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറി കിട്ടാനാണ്. അതിന് ശേഷം നന്നായിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മീഡിയം സൈസിലുള്ള സവാളയാണ്, പിന്നെ 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ലെമണിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളിൽ ആ വെള്ള ഭാഗം പെടാതെ നോക്കണം, ഒരു കയ്പ്പ് രസം ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഒരു കുക്കറിലാണ് ഈ ഒരു കപ്സ തയ്യാറാക്കിയെടുക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങയുടെ ആ തൊലി നമ്മൾ ചിരകി വെച്ചതും ചേർത്ത് കൊടുക്കാം. അതിൽ വെള്ളം പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഉണങ്ങിയ നാരങ്ങയാണ്. ഇത് 1 2 നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് ഗ്രാമ്പൂ, ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക്, അത് ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, 2 ഏലക്ക, ഇത്രയും. അതുപോലെ നമ്മൾ ഡ്രൈഡ് ലെമൺ ലൂമി ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മളിത് പീസാക്കി ഇടുകയാണെങ്കിൽ അതിലെ കുരു കളഞ്ഞിട്ട് വേണം ഇടാൻ. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കപ്സ മസാല, 1 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം കൂടെ നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് 1 2 കട്ട മാഗി ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനത് മറന്നുപോയതാണ്. അപ്പോൾ നമ്മുടെ കപ്സയ്ക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അത് ഇല്ലാതെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി റൈസിലേക്ക് ഒരു പേസ്റ്റ് തയ്യാറാക്കണം. അതിനുവേണ്ടി ക്യാരറ്റ്, 3 മീഡിയം സൈസിലുള്ള തക്കാളി, 2 ചെറിയ കാശ്മീരി റെഡ് ചില്ലി കുരു കളഞ്ഞിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ്. ഇതിനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായി വരണം. മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൽ കിടന്ന് ഈ മസാലയും പ്രോൺസും എല്ലാം കൂടെ ഒരു മിക്സായി വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ റൈസിലേക്കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പം എപ്പോഴും കുറച്ചധികം ചേർക്കണം, കാരണം നമ്മൾ റൈസ് കൂടെ ഇടുമ്പം അതിൻ്റെ ഉപ്പ് ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത്
ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ നമ്മൾ എടുത്തിരിക്കുന്ന റൈസിൻ്റെ ഡബിളായിട്ടാണ് വെള്ളം ചേർത്തിരിക്കുന്നത്. അപ്പം ഡബിളും അത്രയും വേണ്ട. ഇനി നമുക്കിതൊന്ന് 5 മിനിറ്റ് തിളയ്ക്കാനായിട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലുള്ള ചെമ്മീനൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം. അല്ലാതെ ഇങ്ങനെ തന്നെ റൈസ് ഇട്ട് കൊടുത്താൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതൊരു നല്ല വെള്ള കളറായിട്ട് കിടക്കുന്നത് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഊറ്റിയെടുത്തിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യുന്ന പോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് അറബിക് മസാലയും ഉപ്പും കൂടെ ചേർത്ത് തന്നെ നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് റൈസിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളത്തിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1-2 ചെമ്മീൻ അതിലുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. എല്ലാം ഊറ്റിയെടുക്കണം എന്നില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യം ചുടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് സോക്ക് ചെയ്തെടുത്ത അരിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ കുക്കറിൽ വേവിച്ചതായതുകൊണ്ട് തന്നെ നമ്മുടെ ഡബിളായിട്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊരല്പം കൂടുതലാണ്. അപ്പം നമ്മൾ 3 കപ്പ് റൈസിന് 5.5 മുതൽ ഒരു 1/4 കപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ റൈസിനനുസരിച്ച് ചിലപ്പം വ്യത്യാസം വരും. എന്തായാലും അല്പം ഒരു 1/4 കപ്പ് കുറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. എന്നാലും ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിന് കിട്ടും. വെന്ത് കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം വെള്ളത്തിൻ്റെ അളവ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനിയിത് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ യമ്മി ഡെലീഷ്യസ് നല്ല അടിപൊളി നമ്മുടെ നാടൻ റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ കബ്സ ഇവിടെ റെഡിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ മയണൈസോ സലാത്ത ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം മറ്റ് കിഡിലൻ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.